ആഗോള അയ്യപ്പ സംഗമം ഇന്നാണ്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം വിളിക്കാൻ ഇടയാക്കിയ സാഹചര്യം, അതിന് പിന്നാലെ നടന്ന രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ, പിന്നീട് സാമുദായിക സംഘടനകളുടെയൊക്കെയും പിന്തുണയോടുകൂടി കോടതിയിൽ നിന്നും ലഭിച്ച അനുകൂല ഉത്തരവിന്റെ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ സർക്കാർ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. UDFന്റെ കോൺഗ്രസിന്റെ ബഹിഷ്കരണമല്ല, അവർ വിട്ടുനിൽക്കുകയാണ്. ഒപ്പം BJPയുടെ നിലപാട് നമുക്കറിയാം. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികളാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക. 3 വേദികളിലായാണ് ചർച്ചകൾ നടക്കുന്നത്. 1000 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായും വിന്യസിച്ചിട്ടുണ്ട്. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു. അപ്പോൾ ഏതുവരെയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? മറ്റുള്ളവരൊക്കെ ഈ പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? സുരക്ഷ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രീരാജ് ചേരുന്നുണ്ട് പമ്പയിൽ നിന്ന്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ന്യൂസ് മലയാളത്തിന്റെ വലിയൊരു ടീം അവിടെ പമ്പയിലുണ്ട്. സംഗമം തുടങ്ങണ്ട, അതിന് മുൻപ് തന്നെ ഈ എല്ലാ വിവരങ്ങളും കൃത്യമായി പ്രേക്ഷകരിലെത്തിയ നമ്മുടെ ഹോൾ ടീം റെഡിയാണിത്. നമുക്ക് ശ്രീരാജിനെ ഫ്രെയിമിൽ കാണുകയും ചെയ്യാം. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പമ്പ പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങിയോ? രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചോ? അസേത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ പ്രതിനിധികളെല്ലാം തന്നെ എത്തി തുടങ്ങിയിരുന്നു. അവരിൽ പലരും സന്നിധാനത്തെത്തി ദർശനം നടത്തിയ ശേഷം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നത്. പലരും ഇപ്പോഴും രാവിലെ തന്നെ എത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ 8 സോണുകളായി തിരിച്ച് പമ്പാ തീരത്തും അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന 3 വേദികളിലായിട്ടും ഇവരെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ആഗോള അയ്യപ്പ സംഗമം സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീർത്ഥാടകർ ഈ ദിവസം ഇവിടേക്ക് എത്തുന്നതാണ്. തീർത്ഥാടകർ ഇവിടേക്ക് എത്തുമ്പോൾ സുഗമമായ ഒരു ദർശന സൗകര്യം ഒരുക്കണമെന്ന നിർബന്ധം സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ സന്ധ്യയോടുകൂടി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും എല്ലാ കാര്യങ്ങളും എല്ലാ വേദികളിലും എത്തി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും മനസ്സിലാക്കി എല്ലാ വിലയിരുത്തലുകളും നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പൂർണ്ണമായും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് പമ്പാതീരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 3 വേദികളിലായിട്ടാണ് പ്രധാനമായും ഈ ചർച്ചകൾ നടക്കുന്നത്. അതിൽ 9:30 മണിക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ശേഷം അതേ വേദിയിൽ ഒന്നാം വേദിയിൽ പ്രധാനപ്പെട്ട വേദിയിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, അതായത് പരിപൂർണമായ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനെ പറ്റിയുള്ള വിശദമായ ചർച്ചയുണ്ടാകും. പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് ഉണ്ടാകും. 2ാം വേദിയിലാണ് തീർത്ഥാടക ടൂറിസം, അതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഉണ്ടാവുക. 3ാം വേദിയിൽ ക്രൗഡ് മാനേജ്മെന്റ്, തിരക്ക്, ശബരിമല കാലഘട്ടത്തിലെ തിരക്കുകൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻ DGP ജേക്കബ് പുനൂസിന്റെ മേൽനോട്ടത്തിലായിരിക്കും ആ ചർച്ച അവിടെ നടക്കുക. അത്തരത്തിൽ സമഗ്രമായി ഏതെല്ലാം തരത്തിൽ ശബരിമലയെ ഒരു ഭാവിയിൽ ഏകദേശം ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ ഏതെല്ലാം തരത്തിൽ ശബരിമലയെ വികസനത്തിലേക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ സമഗ്രമായ ഒരു വികസനത്തിലേക്ക് നയിക്കാമോ അത്തരത്തിലുള്ള വികസനത്തിന് സഹായിക്കുന്ന തരത്തിൽ ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉറപ്പായും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാറിയ കാലഘട്ടത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇവിടെ എത്തുന്ന ഭക്തരുടെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലോ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലോ അതിലൊരു ചികിത്സ, അതിൽ AI-യുടെ സൗകര്യം കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ ഇതിനെയെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താമെന്ന കാര്യത്തിൽ ഈ 3ാമത് ക്രൗഡ് മാനേജ്മെന്റിന്റെ ചർച്ചകൾ നടക്കുന്ന വേദിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു ചർച്ചകളും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം DIG വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ ശബരിമലയെ കൂടുതൽ വികസനത്തിലേക്കും കൂടുതൽ വികസനത്തിലേക്ക് എത്തിക്കാമോ അത്തരത്തിലുള്ള ചർച്ചകൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന ഒരു വിമർശനം ഈ ഫണ്ട് കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. ദേവസ്വം പ്രസിഡന്റും മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കും ഇതിനുള്ള ഫണ്ടിങ് കണ്ടെത്തുക എന്നായിരുന്നു. 7 കോടിയോളം രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്
ആകെ ചിലവ് പ്രതീക്ഷിച്ചിരുന്നതും ചിലവ് കണക്കാക്കുന്നതും അതും സ്പോൺസർമാർ വഴിയാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത്. സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടോ പിന്നീട് തുടർന്നുണ്ടാകുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകളിലൂടെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ കൊണ്ടോ ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വരും നാളുകളിൽ ഈ ആഗോള അയ്യപ്പ സംഗമം ശ്രീരാജിലേക്ക് മടങ്ങി വരാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ ബിനില കൂടി അവിടെ റെഡിയാണ്. എനിക്ക് തോന്നുന്നു ബിനില പ്രധാന വേദിയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ബിനില അവിടെ ഇപ്പൊ എന്താണ് ഈ പ്രതിനിധികളൊക്കെ വന്ന് രജിസ്ട്രേഷൻ 6 മണിക്കേ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ്. സേതു ഗുഡ് മോർണിംഗ്. രാവിലെ 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിനിധികളെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ പ്രധാന വേദിയാണ് ഈ കാണുന്നത്. അതിനു മുമ്പിലായി ഈ സംഗമം നടക്കുന്നതിന് മുന്നിലായി തന്നെ അയ്യപ്പന്റെ ഒരു പ്രതിമയൊക്കെ അതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 6 മണി മുതൽ തന്നെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നു. 10 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സമാന്തര സെഷനുകൾ നടക്കും. എന്തായാലും ശബരിമലയുടെ വികസനം തന്നെയാണ് പ്രധാനമായും ഈ ചർച്ചയിൽ തന്നെ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരുന്നത്. ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് തന്നെ ആ സെഷൻ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ്. നേരത്തെ നമുക്കറിയാം മന്ത്രി അടക്കം പറഞ്ഞത് ഈ സംഗമം എന്ന് പറയുന്നത് ഈ പ്രധാനമായും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ പരിപാടികൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ പ്ലാനുകൾ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരിക. മറ്റൊന്ന് ഈ ആത്മീയ സർക്യൂട്ടാണ്. അതായത് മറ്റ് ക്ഷേത്രങ്ങളുമായി ശബരിമലയെ എങ്ങനെ ബന്ധപ്പെടുത്തി ആ തീർത്ഥാടനം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ചർച്ചയിൽ വരിക. മൂന്നാമതായി ചർച്ചയിൽ വരുന്ന ഒരു കാര്യം ഇവിടുത്തെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതായിരിക്കും അടുത്ത മൂന്നാമത്തെ ചർച്ച പ്രധാനമായി നടക്കുക. എന്തായാലും നമുക്കറിയാം ശബരിമലയിൽ ഈ മണ്ഡലകാലം കടക്കുമ്പോൾ വലിയ തിരക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ നിയന്ത്രിക്കാമെന്നടക്കമുള്ള ചർച്ചകളായിരിക്കും നടക്കുക. എന്തായാലും രാവിലെ 6 മണി മുതൽ ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ പ്രധാന ആളുകളൊക്കെ, അതായത് തമിഴ്നാട്ടിൽ മന്ത്രി അടക്കം ഇവിടേക്ക് വരുന്നുണ്ട്.